ഫ്രണ്ട്സ്, ഞാൻ ശ്രീഗംഗ. ഞാൻ ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബിന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ആണ്. ഇന്ന് നമുക്ക് ഒരു കൊച്ചു എക്സ്പെരിമെന്റ് ചെയ്താലോ? അതിന് വേണ്ടിയിട്ടുള്ളത് ഒരു ബോട്ടിൽ വേണം, പിന്നെ ഒരു ബലൂൺ, ബേക്കിംഗ് സോഡ, ഒരു വിനിഗർ, പിന്നെ നമ്മുടെ സെക്കൻഡ് എക്സ്പെരിമെന്റിനായിട്ട് ഒരു വാക്സ് അല്ലെങ്കിൽ മെഴുകുതിരി വേണം. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റ് തുടങ്ങിയാലോ? അതിന് വേണ്ടിയിട്ട് ഈ ബോട്ടിൽ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അതിനകത്തേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബേക്കിംഗ് സോഡയിലോട്ട് നമുക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ വിനീഗർ വേണമെങ്കിൽ ഈ ബലൂണിനകത്ത് ഒഴിച്ചിട്ട് പിന്നെ ബലൂൺ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കണം. അതർവൈസ് നിങ്ങൾക്ക് ഈ വിനീഗർ ഡയറക്റ്റ് ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ ബലൂൺ വെച്ചാലും മതി. ഇപ്പം ഞാൻ വിനീഗർ ഈ ബലൂണിനകത്തേക്ക് ഒഴിച്ചിട്ട് ഈ ബോട്ടിലിനകത്തേക്ക് വെക്കാൻ പോവാണ്. അപ്പം നമുക്ക് ഈ വിനീഗർ ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇപ്പം ഞാൻ ഈ ബലൂണിനകത്ത് വിനീഗർ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബലൂൺ ഈ ബോട്ടിലിനകത്തേക്ക് വെക്കാം. ഇപ്പം നമുക്ക് ഈ ബലൂൺ തനത്താനെ നിറഞ്ഞു വരുന്നത് കാണാം. ഇത് കണ്ടോ, ഇതൊരു മാജിക് അല്ലേ? അപ്പൊ നിങ്ങളിത് ട്രൈ ചെയ്യുമോ? ഇനി നമുക്കിത് ഊരിയിട്ട് അടുത്ത എക്സ്പെരിമെന്റ് നോക്കാം. ഇനി നിങ്ങൾക്ക് അറിയണ്ടേ ഈ ബലൂൺ ഇതിനകത്തേക്ക് വെച്ചപ്പോഴേ വീർത്ത് വന്നതിന്റെ കാര്യം എന്താണെന്ന്? കാരണം ബേക്കിംഗ് സോഡയും വിനിഗറും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു ഗ്യാസ് ഉണ്ടാവും. അതിന്റെ പേര് നിങ്ങൾക്ക് അറിയാവോ? ഞാൻ പറയാം. അതിന്റെ പേരാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ ഫയർഫോഴ്സ് ഒക്കെ ഫയർ അടയ്ക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ കാർബൺ ഡൈ ഓക്സൈഡ് ചേർന്ന വെള്ളമാണ്. അതുകൊണ്ടാണ് തീ പെട്ടെന്ന് അണയുന്നത്. അതിന് അത് നമുക്ക് ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്യാം. ഈ ഫയർഫോഴ്സ് എഞ്ചിനീയർക്കുന്നതിന്റെ എക്സ്പെരിമെന്റ് നമുക്ക് നോക്കണ്ടേ? നോക്കാം. അതിനാണ് നമ്മൾ ആദ്യമേ ഈ മെഴുകുതിരി എടുത്തത്. അത് കത്തിക്കാം. കുട്ടികൾ ഇത് തന്നെ കത്തിക്കരുത്. എനിക്കിത് കത്തിച്ചെന്നത് എൻ്റെ അമ്മയാണ്. എനിക്കിത് തന്നെ കത്തിച്ച പേടിയാണ്. അപ്പൊ ഇത് നമുക്കിവിടെ വെക്കാം. നമുക്ക് ഈ ബോട്ടിലിനകത്തോട്ട് വെക്കാം. ഓക്കെ, ഇപ്പൊ ഇത് കത്തിച്ച് ഞാനിവിടെ ആ ബോട്ടിലിന്റെ ക്യാപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ബേക്കിംഗ് സോഡയിലേക്ക് കുറച്ച് വിനീഗർ ഒഴിക്കാം. അപ്പം നേരത്തെ നടന്ന സെയിം റിയാക്ഷൻ ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്തേക്ക് കാണിച്ചു കൊടുക്കാം. തീ പെട്ടെന്ന് അണഞ്ഞത് കണ്ടില്ലേ? ഇതിന് കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ ബൈ. നിങ്ങൾ എല്ലാവരും ഇങ്ങനത്തെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് എൻ്റെ അടുത്ത് പറയണേ. ഓക്കെ.